പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: ഫസ്റ്റ് വൺ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്, സെക്കൻഡ് വൺ പ്രൊജക്ടൈൽ മോഷൻ. ഈ രണ്ട് ടോപ്പിക്കുകളാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ടോപ്പിക് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. Physical quantities are divided into two: scalar quantities and vector quantities. അത് ഒരു ടേബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. The quantity which have magnitude and not direction are called scalars. മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവില്ല, അതിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർസ്. The physical quantities which possess both magnitude and direction are called vectors. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. The rules for combining scalars obey ordinary algebra. Means scalar obeys ordinary algebra. The rules for combining vectors obey vector algebra. Okay. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെന്നില്ല. ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ഒബേ ദ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിളാണ് ഇലക്ട്രിക് കറണ്ട്. അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, പക്ഷേ അത് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യണില്ല. സോ കറണ്ട് ഇസ് എ സ്കേലാർ. ഓക്കെ, ദെൻ സ്കേലാറുകളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: മാസ്, ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ടെമ്പറേച്ചർ, വർക്ക്, എക്സെട്ര. വെക്ടറിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഒരു എൻഡിൽ ഒരു ആരോ ഉണ്ടായിരിക്കും. ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ആരോ ഹെഡ് വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ലെറ്ററിന് മുകളിൽ ആരോ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ലൈൻ കൊടുക്കും. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വെക്ടർ എ മാഗ്നിറ്റ്യൂഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ, അല്ലെങ്കിൽ മോഡുലസിൻ്റെ ഉള്ളിലാണ് നമ്മളത് കൊടുത്തേണ്ടത്. അല്ലെങ്കിൽ സിംപ്ലി ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഫസ്റ്റ് വൺ നൾ വെക്ടർ ഓർ സീറോ വെക്ടർ. A vector having magnitude 0 is called null vector or zero vector or pseudo vector. Pseudo means false. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് എ സ്റ്റേഷനറി ഓബ്ജക്റ്റ്. വെക്ടർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. സീറോ വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഇല്ല, ഡയറക്ഷനും ഇല്ല. പിന്നെ എങ്ങനെ സീറോ വെക്ടർ വെക്ടറായിട്ട് മാറും എന്ന് ചോദിച്ചാൽ സിമ്പിൾ. വെക്ടറിനെ വെക്ടർ കൊണ്ട് ആഡ് ചെയ്താൽ വെക്ടർ തന്നെ കിട്ടണം. നമ്മളുടെ ഭാഷയിൽ മാങ്ങയെ മാങ്ങ കൊണ്ട് ആഡ് ചെയ്താൽ മാങ്ങ തന്നെ കിട്ടണം. 5 മാങ്ങ പ്ലസ് 8 മാങ്ങ ഈക്വൽ ടു 13 മാങ്ങ. 5 ചക്ക പ്ലസ് 8 മാങ്ങ എന്താ നമുക്കറിയില്ല. അതേപോലെ വെക്ടറിനെ വെക്ടർ കൊണ്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെക്ടറിനെ വെക്ടർ കൊണ്ട് കൂട്ടിയ വെക്ടർ തന്നെ കിട്ടണം. ആലോചിച്ച് നോക്കൂ, ഒരു വെക്ടർ പ്ലസ് എ, അടുത്ത വെക്ടർ മൈനസ് എ, ഈ രണ്ട് വെക്ടറുകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 0 ആണ്. ആ ക്വാണ്ടിറ്റി വെക്ടർ ആയിരിക്കണം. ഓക്കെ, അടുത്ത ടൈപ്പ് വെക്ടർ യൂണിറ്റ് വെക്ടർ. ആ വാക്ക് തന്നെ അതിൻ്റെ മീനിങ് കിട്ടും. യൂണിറ്റ് മീൻസ് 1. സോ എ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക ലെറ്ററിന് മുകളിൽ
വെക്ടറിൻ്റെ ക്യാപ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ എ ക്യാപ് റെപ്രസെൻറ്റ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, ദെൻ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. Orthogonal means mutually perpendicular. So orthogonal unit vectors are unit vectors that are mutually perpendicular to each other. Okay, so mutually perpendicular ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറുകളാണ് നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. IJK are the orthogonal unit vectors. അടുത്ത ടൈപ്പ് വെക്ടർ ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് മീൻസ് രണ്ട് വെക്ടറുകൾക്ക് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. അടുത്ത ടൈപ്പ് വെക്ടർ നോക്കാം, പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. A vector drawn from origin to a particular point is called position vector. ഒറിജിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കും. സോ ഫിഗർ നോക്കുക, ഒറിജിനിൽ നിന്ന് P എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ ഇറ്റ് ഈസ് വെക്ടർ R. ഒറിജിനിൽ നിന്നും P' എന്നുള്ള പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ വെക്ടർ R'. പിയിൽ നിന്നും P' വരയ്ക്കുന്ന വെക്ടർ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. The vector indicating the displacement between 2 points. ഫോക്കസ് ഏരിയയിലെ അടുത്ത പോയിന്റ് ആണ് പ്രൊജക്ടൈൽ മോഷൻ. An object that is in flight after being thrown or projected is called a projectile. ഒരു വസ്തുവിനെ u വെലോസിറ്റിയിൽ എറിയുന്നു and it should come back due to the effect of gravity. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു മോഷനാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയണേ. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പാരബോള. പാരബോളിക് പാത്താണ് പ്രൊജക്ടൈലിൻ്റെ പാത്ത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ ഈസ് an example for motion in a plane or two-dimensional മോഷൻ്റെ എക്സാമ്പിൾ ആണ് പ്രൊജക്ടൈൽ മോഷൻ. സ്ക്രീനിൽ നോക്കുക, an object is projected with an initial velocity v0 making an angle theta with x-axis. Okay, theta ആംഗിളിൽ v0 വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ്. Its x component of initial velocity is v0 x equal to v0 cos theta and y component of initial velocity is v0 y equal to v0 sin theta. v0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയെ എക്സ് കമ്പോണൻ്റ് ആയും വൈ കമ്പോണൻ്റ് ആയും റിസോൾവ് ചെയ്തു. എക്സ് കമ്പോണൻറ്റ് v0 cos theta, y component v0 sin theta. Okay, ഇനി after projection its motion is influenced by gravity alone, which is directed vertically downwards. പ്രൊജക്ടൈൽ മോഷനിൽ അപ്വേർഡ് മോഷൻ ആയാലും ഡൗൺവേർഡ് മോഷൻ ആയാലും ഗ്രാവിറ്റി ആക്ട് ചെയ്യുക ഡൗൺവേർഡ്സ് ആണ്. ആസ് പെർ സൈൻ കൺവെൻഷൻ ഡൗൺവേർഡ് കേസ് ക്യാൻ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഡൗൺവേർഡ് ആയിട്ട് വരണ അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, ഒറിജിനിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ്. സോ G is acting downwards, so we can take it as AY equal to minus G. In any projectile motion, horizontal velocity is a constant. ലോകത്തിലെ ഏത് പ്രൊജക്ടൈൽ മോഷനിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. സോ AX will be 0. ആക്സിലറേഷൻ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് കമ്പോണൻറ്റ് ആൻഡ് വൈ കമ്പോണൻറ്റ്. എ ഈക്വൽ ടു AXI പ്ലസ് AYJ. AX 0 ആണ്, സോ ആക്സിലറേഷൻ ഈസ് മൈനസ് GJ cap. Acceleration has no x component, that means horizontal velocity remains constant. Okay, vertical component of velocity will change. At the highest point in a projectile motion,
ഓക്കെ, ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഏറ്റവും ടോപ്പിൽ vertical component of velocity will be 0, but there will be horizontal component v0 cos theta. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ vy എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. പക്ഷേ vx എന്ന് പറഞ്ഞ വെലോസിറ്റി പ്രസന്റ് ആയിരിക്കും. v0 cos theta ആ ക്വാണ്ടിറ്റി പ്രസന്റ് ആയിരിക്കും. vy എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. ഇനി നമ്മൾ പറയണത് പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് എ ടൈം ടി. ഓക്കെ, രണ്ട് കമ്പോണന്റ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഉണ്ടായിരിക്കും. അതിൽ എക്സ് കമ്പോണന്റ് കാണാൻ നമ്മൾ എസ് ടി റിലേഷൻ യൂസ് ചെയ്യും. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇൻ ദ എക്സ് ഡിറക്ഷൻ ഇറ്റ് ബിക്കം x equal to v0 x into t plus half ax into t square. ax in the value 0 ആണ്. So x is equal to v0 cos theta into t. y component കിട്ടാൻ അതേ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. s is equal to ut plus half a t square. In the y direction it become y equal to v0y into t plus half ay into t square. ay എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്കറിയാം മൈനസ് ജി. സോ y become v0 sin theta into t minus half gt square. സ്ക്രീനിൽ ഇക്വേഷൻസ് കൃത്യമായി നോക്കൂ. പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നത് വെലോസിറ്റി കമ്പോണൻസ് ആണ്. Components of velocity of a projectile at a time t. X component of velocity and y component of velocity. Okay, അത് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് എ ടി. എക്സ് ഡിറക്ഷനിൽ ഇറ്റ് ബിക്കം vx ഈക്വൽ ടു v0 x പ്ലസ് എ എക്സ് ഇൻറ്റു ടി. എക്സിൻ്റെ വാല്യൂ 0 ആണ് നമുക്കറിയാം. സോ വി എക്സ് ഈക്വൽ ടു v0 cos theta. y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കിട്ടാൻ അതേ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. v ഈക്വൽ ടു u പ്ലസ് എ ടി. ഇൻ ദ y ഡിറക്ഷൻ ഇറ്റ് ബിക്കം vy ഈക്വൽ ടു v0y പ്ലസ് എ വൈ ഇൻറ്റു ടി. എ വൈ എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്കറിയാം മൈനസ് ജി. So vy equal to v0 sin theta minus gt. അടുത്ത ക്വാണ്ടിറ്റി trajectory of a projectile motion. Okay, we know that trajectory of a projectile is parabolic. Trajectory means path. നമുക്കറിയാം y equal to v0 sin theta into t minus half gt square. v0 sin theta into t minus half gt square. ഇതുപോലെ മറ്റൊരു ഇക്വേഷനും കൂടെ നമ്മൾ എഴുതി. x equal to v0 cos theta into t. x is equal to v0 cos theta into t. അതിൽ നിന്ന് t എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും x by v0 cos theta. സോ y എന്നുള്ള ഇക്വേഷനിൽ ടിക്ക് പകരം x by v0 cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. v0 ക്യാൻസൽ ചെയ്യും. ബാക്കി വരിക x tan theta or tan theta into x. സെക്കൻഡ് ടേം വരിക ഹാഫ് g into x square divided by v0 square cos square theta. Okay, so it is of the form y equal to ax plus bx square, where a equal to tan theta and b equal to g divided by 2 v0 square cos square theta. Okay, so it's a second order equation. The path will be parabolic. ഇനി നമ്മൾ പറയാൻ പോണത് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. ഒരു ഓബ്ജക്റ്റിനെ v0 വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യണോ, അത് എത്ര ഉയരം വരെ എത്തുമെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ
Vt square equal to V0 square plus 2as. Maximum height ആണ് നമുക്ക് വേണ്ടത്. So we have to take the y component. That means Vy square equal to V0y square plus 2ay into y. ay എന്നുള്ള ക്വാണ്ടിറ്റി മൈനസ് ജി ആണ്, y എന്നുള്ള ക്വാണ്ടിറ്റി h ആണ്. അതേപോലെ V0y എന്നുള്ള ക്വാണ്ടിറ്റി V0 സൈൻ തീറ്റ. ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ മുന്നേ പഠിച്ച ക്വാണ്ടിറ്റികളാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു V0 സൈൻ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2gh. അതിൽ നിന്ന് h കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ നമ്മൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ പറയാൻ പോണത് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് മീൻസ് യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യണ ഓബ്ജക്റ്റ് സെയിം ഹൊറിസോണ്ടൽ ലെവൽ വരെ എത്താൻ ആവശ്യമായ സമയം. വി ഹാവ് ദ റിലേഷൻ S is equal to V0t plus half at square. In the y direction, it become y equal to V0y into t plus half ay into t square. Okay, S is equal to ut plus half at square എന്ന ഇക്വേഷൻ y കമ്പോണൻ്റ് ആക്കി മാറ്റുമ്പോൾ y equal to V0y into t plus half ay into t square. ay എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മൈനസ് ജി ആണ്. V0y എന്നുള്ള ക്വാണ്ടിറ്റി V0 സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇക്വേഷൻ 0 ഈക്വൽ ടു V0 സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇറ്റ് ബിക്കം ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു V0 സൈൻ തീറ്റ ഇൻറ്റു ടി. ഒരു ടി ക്യാൻസൽ ആയി പോവും. ടി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും 2V0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ നമ്മൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി പറയണ ഡെറിവേഷൻ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യണ ഇക്വേഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു velocity into time. So R is equal to horizontal component of velocity V0 cos theta. Time of flight 2V0 sin theta divided by G. So range എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും R is equal to V0 square 2 sin theta cos theta divided by G. സോ റേഞ്ച് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും V0 സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. കാരണം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ആണ്. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി V0 സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ സൈൻ 2 തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി 1 വരണം. അങ്ങനെ കിട്ടണമെങ്കിൽ 2 തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. സോ മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു ഓർ ആർ മാക്സ് ഈക്വൽ ടു V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. പ്രൊജക്ടൈൽ മോഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ range will be same for angles theta and 90 minus theta. വേറൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് ആംഗിളുകളിൽ ഒരേ വെലോസിറ്റിയിൽ ഓബ്ജക്ട്സിനെ പ്രൊജക്റ്റ് ചെയ്യാണ് ഒരേ പോയിന്റിൽ നിന്ന്. ഒന്നിൻ്റെ ആംഗിൾ തീറ്റ 1, അടുത്തതിൻ്റെ ആംഗിൾ തീറ്റ 2. തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ റേഞ്ചുകൾ ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന്
ഒരു ഓബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തത് 30 ഡിഗ്രിയിലും അടുത്ത ഓബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തത് 60 ഡിഗ്രിയിലും ആണെങ്കിൽ അവർ ഒരേ വെലോസിറ്റിയിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ അവരുടെ റേഞ്ചുകൾ ഈക്വൽ ആയിരിക്കും. 30 + 60 90 ഡിഗ്രി. രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്താൽ 90 ഡിഗ്രി ആണ് കിട്ടണതെങ്കിൽ അവരുടെ റേഞ്ചുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഹൈക്കർ സ്റ്റാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് എ ക്ലിഫ് 490 meter above the ground and throws a stone horizontally with an initial speed of 15 meter per second. Neglecting air resistance, find the time taken by the stone to reach the ground. B. The distance from the foot of the cliff at which it strikes the ground. C. The speed with which it strikes the ground. 490 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ഓബ്ജക്റ്റിനെ 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന ഇനീഷ്യൽ സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യാണ് ഹൊറിസോണ്ടലായി. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ആ സ്റ്റോൺ താഴെത്തും, എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആ സ്റ്റോൺ സഞ്ചരിക്കും, താഴെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എത്ര ആയിരിക്കും, താഴെത്തുമ്പോൾ ആ ഓബ്ജക്റ്റിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും. സ്ക്രീനിൽ നോക്കുക. നമുക്കറിയാവുന്ന ഇക്വേഷൻ S = ut + ½ at². ഇവിടെ നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണത് വെർട്ടിക്കൽ മോഷൻ ആണ്. സോ y = v0y × t + ½ ay × t². ഡൗൺവേർഡ് ഡിറക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. സോ y become -490. ഓക്കെ, താഴേക്കുള്ള ഡിറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കണോ. സോ y എന്നുള്ളതിന് -490. v0y 0 ആണ്, ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. സോ v0y 0, അതിനെ മൈൻഡ് ചെയ്യണ്ട. ay എന്ന് പറഞ്ഞാൽ -9.8. സോ -490 = -½ × 9.8 × t². അതിൽ നിന്ന് t² എന്നുള്ളതിൻ്റെ വാല്യൂ 100 എന്ന് കിട്ടും. t എന്ന് പറഞ്ഞാൽ 10 seconds. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x = v0x × t. v0x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തൊട്ട് മുന്നേ നമുക്ക് കിട്ടി 10 സെക്കൻഡ്. സോ 15 × 10, ആൻസർ ഈസ് 150 മീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്റ്റോൺ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ഓർ ഫൈൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. സ്പീഡ് എന്നുള്ളതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ടേം അവിടെ വെലോസിറ്റി തന്നെയാണ്. സോ ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്റ്റോൺ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. ടോട്ടൽ വെലോസിറ്റി ഈസ് √of vx² + vy². ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ vx എന്ന് പറഞ്ഞാൽ 15, മാറ്റൊന്നും ഉണ്ടാവില്ല. പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. സോ v0x അല്ലെങ്കിൽ v0 എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി vy കണ്ടുപിടിക്കുമ്പോൾ vy = v0y + ay × t. നമുക്കറിയാം v = u + at. അപ്പം നമുക്ക് ആൻസർ കിട്ടും vy = 0 - 9.8 × 10. ആൻസർ ഈസ് -98 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, -98 meter per second. Its magnitude is 98 meter per second. Then total velocity will be √of 15² + 98². Answer will be 99 meter per second. ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ പോയിന്റിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്കായി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്.
Pick out the only vector quantity in the following list: temperature, pressure, impulse, time, work, distance, gravitational potential, coefficient of friction. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന് വെക്റ്റർ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, അതിൽ നിന്ന് ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. Then athletes prefer 45 degree while throwing a javelin. Why? 45 degree ആണ് ജാവലിൻ ത്രോയില് ഒരാൾ സെലക്ട് ചെയ്യണ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യണ ആംഗിൾ. നമുക്കറിയാം മാക്സിമം റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എപ്പോഴാണ് കിട്ടുക. ഓക്കെ, then for a projectile the physical quantity which remains constant are dash: kinetic energy and potential energy, vertical component of velocity and kinetic energy, acceleration and horizontal component of velocity, potential energy and acceleration. നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അതിൽ ഒരു ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അതായിരിക്കും ആൻസർ. ഇനി ആക്സിലറേഷൻ, പ്രൊജക്ടൈൽ മോഷനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി VO അല്ലെങ്കിൽ V0 അറ്റ് an angle theta with the horizontal. Name the trajectory of the body. ഓൾറെഡി പറഞ്ഞ കാര്യം ആണ്. What are the vertical and horizontal component of velocity at the highest point of the projectile? Derive the expression for time of flight, horizontal range, maximum height and maximum horizontal range. ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മളുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. സോ ആ ഐഡിയ നിങ്ങൾക്കറിയും എന്ന് പ്രതീക്ഷിക്കണം. A boy throws a cricket ball with a velocity 20 meter per second. Make an angle 20 degree with the horizontal. Find time of flight, maximum height, horizontal range of the ball. What is the range of the ball if the angle of projection is changed to 60 degree? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ 2v0 sin theta divided by g. Maximum height v0 square sin square theta divided by 2g. Horizontal range v0 square sin 2 theta divided by g. Then ആറാമത്തെ question, the trajectory of a body is given by y equal to x minus x square divided by 80, where x and y are in meters. Find the maximum height of the projectile. So നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നു, y equal to x minus x square by 80. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. y equal to x tan theta minus half g x square divided by v0 square cos square theta. ആ ഇക്വേഷനും ഇവിടെ തന്ന ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു 1 കിട്ടും, തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ദെൻ സെക്കൻഡ് ടേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് v0 സ്ക്വയറിന്റെ ആൻസർ കിട്ടും. മാക്സിമം ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചത്, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. സോ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ അതിൻ്റെ ഇക്വേഷനും ഇവിടെ തന്ന ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും, v0 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അത് രണ്ടും v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടും. ഓക്കെ, സോ ഇത്രയും പാർട്ടാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.